ലൈലത്തുൽ ഖദർ എന്നുള്ള രാവ് അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് ഖുർആനിലുണ്ട്. പോരിശയായ ഒരു രാവിലാണ് പരിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദറിന് 1000 മാസത്തേക്കാൾ പ്രാധാന്യമുണ്ട്. അതും ഖുർആൻ തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അതുകൊണ്ട് വിശ്വാസികൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അവസാന 10 ഒറ്റയിട്ട് രാവിലാണ് എന്നതാണ് നേര്. പക്ഷേ സൂഫിയാക്കൾ തസൗഫിൻ്റെ ഉലമാവ് പറയുന്നു റമദാൻ 1 എന്നാണ് അതിനെ ആസ്പദമാക്കി അവസാന 10 ദിവസങ്ങളെ പല ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷം റമദാൻ തുടങ്ങിയത് വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ച ആണെങ്കിൽ 25-നായിരിക്കും. 25 രാവിനെ നല്ലോണം ചെയ്യണം, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്ന് സൂഫിയത്ത് പറയണം. യാസായിരിയൻ ലൈലത്തുൽ ഖദറില്ലത്തി ഫി ആശി റമദാൻ അല്ലഹീരി ഹല്ലത്ത്. ലൈലത്തുൽ ഖദർ വേണ്ടി അന്വേഷിക്കുന്ന മനുഷ്യ, ആ ലൈലത്തുൽ ഖദർ റമദാനിലാണെന്ന് ഉറപ്പാണ്. റമദാനിൽ ഏത് ദിവസമാണ്? ഫൈനഹ ഫി മുഫ്രദാത്തിൽ അശ്രി, അവസാന 10 ഒറ്റയിട്ട് രാവിലാണെന്ന് പറയാം. അത് നിനക്ക് താരിഫു അലി നീ അറിയലി തൂറഫു അറിയപ്പെടും. ഈ യൗമിബ്തിദാ ഇശ്ശഹരി, മാസത്തിൻ്റെ ആരംഭം ഏത് ദിവസമാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഫബിൽ അഹദി വല്ല റബ്യ, ഞായറാഴ്ചയും ബുധനാഴ്ചയും ആണെങ്കിൽ അത്താസ്യ 29 രാവിലാണ്. ഓ ജുമാഅത്തി സാബ്യ, വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആണെങ്കിൽ 27. പിന്നെ വൈം ബദൽ ഖമീസ്, വ്യാഴാഴ്ച ഈ പ്രാവശ്യം അങ്ങനെയല്ലേ വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫൽ ഖാമിസ, ഏതാണ്? റമദാൻ 25 രാവിലെ. അപ്പോൾ അത് നല്ലോണം ഗൗനിക്കണം. അടുത്ത ഞായറാഴ്ച അസ്തമിച്ച് രാവിനായിട്ട് വരും. സൂഫിയാക്കൾ വളരെ പ്രമുഖരാണ്. അവർ പറഞ്ഞാൽ അവർ ഹക്കായിക്കുമ്പാട് അറിയണം, മസ്അരി അറിയും, ഹക്കായിക്കും അറിയുന്നവരാണ്. അപ്പോൾ അതനുസരിച്ച് 25 രാവിനെ എല്ലാവരും ചെയ്യണം, ഗൗനിക്കണം. ഇത് യാനത്തിലുണ്ട്, എല്ലാ ഫിഖിൻ്റെ കിതാബിലും ഉള്ളൊരു വിഷയമാണ്. ഇതിനെതിരായി മറ്റു കിതാബിലൊന്നുമില്ല. മനസ്സിലായില്ല? പിന്നെ 25 എന്നുള്ളത് അത് തെളിവിൻ്റെ ബാഹുല്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അത് അതിനേക്കാളും ഗൗനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട ചില സമയങ്ങൾ നബി അങ്ങനെ 25 അറിയത്തക്ക രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബാഹുല്യമുണ്ട്, തെളിവുകളുടെ ബാഹുല്യവും ശക്തിയും ശാക്തീകരണവുമുള്ള ഒരു സംഭവം തന്നെയാണ്. ഒഴിവാക്കാൻ പറ്റൂല, അവഗണിക്കാൻ പറ്റൂല. തസൗഫിൻ്റെ ആലിമ്യങ്ങൾ ഇങ്ങനെ ഒരു ഫായിദ കൂടി പറയുകയും എല്ലാ ഫായിദകളും എടുത്ത് ജീവിക്കലാണ്. ആകെ 10 ദിവസമല്ലേ ഉണ്ടാവുക, ഏറിയല്ലേ 9 ദിവസം. അതിൽ പരമാവധി എല്ലാവരും നിയമങ്ങൾക്കനുസരിച്ച് ഇബാദത്ത് കൊണ്ട് രാവുകളെ ഒറ്റയിട്ട രാവുകളെ ധന്യമാക്കുക. ഈ പ്രാവശ്യം 25 ആണെന്ന് തസൗഫിൻ്റെ ഉലമാവനുസരിച്ച് പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ പറ്റും. 27 തെളിവിൻ്റെ ബാഹുല്യവും അതിൻ്റെ പ്രാമാണികതയും കൊണ്ട് അതും അവഗണിക്കാതെ നാം അമലിലായി എന്ത് ചെയ്യുക? കൂടുതൽ സൽക്കർമ്മങ്ങളിൽ ധന്യരാവുക, വ്യാപൃതരാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.